കന്നി ഈ ആഴ്ച എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് ഇന്നത്തെ റീഡിംഗ്. കുടുംബജീവിതത്തിൽ സ്നേഹവും സംരക്ഷണയും നിറയുന്നതായുള്ള സൂചന ലഭിക്കുന്നുണ്ട്. അമ്മയെപ്പോലെയുള്ളവരുടെയോ പിന്തുണ ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. കുട്ടികളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരാഴ്ചയാണിത്. കുടുംബജീവിതത്തിൽ പുതിയ ഉത്സാഹഭരിതമായ ഒരു അന്തരീക്ഷം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് സന്താന ലാഭം, അതായത് സന്താനത്തിനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്താന ലാഭത്തിനോ ഗർഭധാരണത്തിനോ ഉള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. ഫാമിലിയിൽ പൊതുവെ പ്രധാന പങ്ക് വഹിക്കുന്നത് സ്ത്രീകളായിരിക്കും. നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണിത്. ടീം വർക്കിന് നിങ്ങൾ മുൻഗണന നൽകുക. പുതിയ പദ്ധതിയിൽ പ്രോജക്റ്റ് വർക്കുകൾ, പഠനം തുടങ്ങിയവയിൽ മികച്ച പുരോഗതിക്കുള്ള അവസരമാണിത്. ഇതിൽ ചില തടസ്സങ്ങളായി കാണുന്നത് നിങ്ങൾ ചിലർ പഴയ അനുഭവങ്ങളിൽ അല്ലെങ്കിൽ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് കാണുന്നുണ്ട്. അതായത് ഇപ്പോഴും ആ പഴയ പാസ്റ്റിലെ അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു. ആ ഓർമ്മകളിലൂടെയുള്ള പോക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പഴയ ബന്ധങ്ങൾ വിട്ടൊഴിയുക, അതാണ് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അഭികാമ്യം എന്ന് ഈ കാർഡ് നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജിക് സ്റ്റെബിലിറ്റി, ഹെൽത്ത്, സെൽഫ് വർക്ക് എന്നിവയെ കരുതലോടുകൂടെ കൈകാര്യം ചെയ്യുക. നിങ്ങൾ നേച്ചറിങ്, സ്റ്റേബിൾ, പ്രാക്ടിക്കൽ എനർജി എന്നിവ കാണിച്ചാൽ അതിന് ഫലം ലഭിക്കുവാനാണ് സൂചന. അധ്വാനത്തിന് തക്ക വില കിട്ടുന്ന ഒരു സമയമാണിത്. ഈ ആഴ്ച അവസാനത്തോടെ കുടുംബത്തിൽ സന്തോഷം വന്നു നിറയുന്നതിനുള്ള അവസരം വന്നു ചേരും. ഫാമിലിയിൽ ഒരു നല്ല യൂണിറ്റി, സമാധാനത്തോടുള്ള അന്തരീക്ഷം, സന്തോഷകരമായ അവസ്ഥകൾ എന്നിവ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അമ്മയോടോ അല്ലെങ്കിൽ തത്തുല്യമായവരോടോ കുറച്ചു നേരം പങ്കിടാനുള്ള സമയം കണ്ടെത്തുക. വീട്ടിലൊരു പച്ചക്കറിത്തോട്ടമോ അല്പം ഡെക്കർ മാറ്റം ചെയ്താലോ നല്ല എനർജി നിങ്ങൾക്കുണ്ടാകും. കുടുംബത്തിൽ ചടങ്ങുകൾ നടക്കുകയാണെങ്കിൽ അവയിൽ തീർച്ചയായും പങ്കെടുക്കുക, അത് ഒഴിവാക്കാതിരിക്കുക. കരിയർ ഗ്രോത്തിന് കോളാബറേറ്റ് ഡിസ്കഷൻ, ടീം എഫേർട്ട്, ലീഡിംഗ് റോൾ എന്നിവ നിങ്ങൾ എടുക്കുക. ഇനി മുതൽ കരിയർ പൊതുവായ സ്റ്റെബിലിറ്റിക്ക് ശ്രദ്ധ നൽകുക. ഒരു സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുവാനോ ഓൺലൈൻ കോഴ്സ് നോക്കുവാനോ ആലോചിക്കുക. പാസ്റ്റിലുള്ള അൺറിസോൾവ്ഡ് മെമ്മറീസ് ജേർണൽ ചെയ്യുക. ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഫർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഓരോ രാത്രിയിലും 5 മിനിറ്റ് നേരം പഴയതിൽ നിന്നും വിട്ടുപോകുന്നു എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് നടത്തുക. ഇപ്പോൾ ഇത് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ റീഡിംഗ് യോജിച്ചു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ആവശ്യമാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. നല്ലൊരു ആഴ്ച ആശംസിച്ചുകൊണ്ട് അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.